24 എന്ന് പറയുന്ന വർഷം ഒത്തിരി പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ദൈവവചന അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 24 എന്ന് പറയുന്ന ഈ വർഷത്തിന് വേണ്ടി മാസങ്ങൾക്ക് പുറകിൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചതാണ്. 24 എന്ന് പറയുന്ന വർഷത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഹോളി സ്പിരിറ്റിനോട് പറഞ്ഞു 24-ാം സങ്കീർത്തനം വായിക്കാൻ. 24-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു 24 എന്നാൽ 2024 എന്നാൽ 24-ാം സങ്കീർത്തനം എന്നാണ് അതിന്റെ അർത്ഥം. വായിച്ചു വരുമ്പോഴാണ് വാതിലുകൾ തല ഉയർത്തുന്നൊരു കാഴ്ച പരിശുദ്ധാത്മാവനെ കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. കതകുകൾ തുറക്കുന്നൊരു കാഴ്ച ദൈവാത്മാവനെ കാണിച്ചത്. മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കുവാൻ വേണ്ടി പണ്ടേയുള്ള കതകുകൾ പോലും എഴുന്നേറ്റ് വരുന്നൊരു കാഴ്ച ദൈവാത്മാവനെ കാണിച്ചു. ഞാനൊരു ദൂത് പറയാം. 2024 നിങ്ങളുടെ മുമ്പിൽ താണുകിടന്ന അവസരങ്ങൾ തല ഉയർത്തി കയറി വരുന്ന പലതും നിങ്ങളുടെ മുൻപിൽ എഴുന്നേറ്റ് വന്ന് നിങ്ങൾക്ക് വേണ്ടി വരവേൽപ്പൊരുക്കുന്ന അസാധാരണമായ ഒരു വർഷമായിരിക്കും. 24 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് 24 മണിക്കൂറാണ്. ഒരു ദിവസം എന്നാൽ 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ വർഷം. ഒരു ദിവസം കടന്നു പോകുന്ന വേഗതയിൽ ഈ വർഷം പോകും. ഓർത്തോണം, ഒരു ദിവസം കടന്നു പോകുന്ന വേഗതയിൽ ഈ വർഷം പോകും. എന്ത് പെട്ടെന്നാ ഒരു വർഷം പോയത്, ഒരു ദിവസം കൊണ്ടാണല്ലോ പോയത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ വർഷത്തെ നേരിടും. അതുകൊണ്ടൊന്ന് ഞാൻ പറയാം, ഉയർച്ച പെട്ടെന്നായിരിക്കും. പ്രഭാത ഭക്ഷണം കഴിച്ചാൽ ഉച്ചഭക്ഷണത്തിന് നേരം പെട്ടെന്ന് വരുന്ന പോലെ, അത് കഴിഞ്ഞാൽ 4 മണിക്കത്തെ കാപ്പിയുടെ നേരം പെട്ടെന്ന് വരുന്ന പോലെ, അത് കഴിഞ്ഞാൽ വൈകുന്നേരം അത്താഴം പെട്ടെന്ന് വരുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷത്തിന്റെ 3 മാസങ്ങൾ കൂടുമ്പോൾ ദൈവം ഒരു പ്രത്യേകമായ വിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ഓർത്തുകൊള്ളുക, മാർച്ച് മാസം എത്തുമ്പോഴേക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും സ്വന്തമായ ഭവനങ്ങൾ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ജൂൺ മാസത്തിൽ ഈ സഭ ഒരു കൊടുങ്കാറ്റ് പോലെ പട്ടണത്തിൽ ആഞ്ഞു വീശും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഓണത്തിന്റെ കാലം. ഓർത്തോണം, നിങ്ങളുടെ അവസ്ഥ ഇന്നത്തേതുമായിട്ട് തുലനം ചെയ്താൽ ഇതുപോലൊരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് ഓർക്കാൻ പ്രയാസമാണെന്ന് പറയുന്ന നിലവാരത്തിൽ നിങ്ങളുടെ ഭവനങ്ങൾ നന്മകൾ കൊണ്ട് തിങ്ങി നിറയും. അഭിവൃദ്ധി കൊണ്ട് കവിഞ്ഞൊഴുകുന്ന നിലയിൽ നിങ്ങളുടെ ഗൃഹാങ്കണങ്ങളെ പരിശുദ്ധാത്മാവ് സമ്പന്നത കൊണ്ട് നിറയ്ക്കും. ആ കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഡിസംബർ മാസം അടുത്ത വർഷം ഈ സമയം എത്തുമ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്ന പലരുടെയും കയ്യിൽ സ്വന്തമായ സ്ഥാപനങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ചതുപോലെയുള്ളൊരു പ്രതാപത്തിലേക്ക് പലരുടെയും കൈകളിൽ പലവിധമായിരിക്കുന്ന വരുമാന മാർഗങ്ങളുടെ ശൃംഖലകൾ തന്നെ കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് പോലെ ഏന്തുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് സമ്പന്നതയുടെ ഒരു അതിവിശിഷ്ട അനുഭവം ഒരുക്കി തരും. ചില രാജ്യങ്ങൾ കുടുംബമായി ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി ഒരുങ്ങി കിടക്കുകയാണ്. ഫാമിലിയായി ചിലർ സെറ്റിൽഡ് ആവും. അടുത്ത വർഷം പുതിയ ആൾക്കാരെ അത് കൂടുതലും ഉണ്ടാകും. ഇവിടെ ഇരിക്കുന്ന പലരും വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇത് ലൈവിൽ കൂടും. ആമേൻ. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദിവസം എത്ര വേഗതയിൽ കഴിഞ്ഞു പോകുന്നു, അത്രമേൽ വേഗതയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. കരങ്ങളെ രണ്ടും ഉയർത്തി കർത്താവിനോട് സ്തോത്രം ചെയ്തേ. ജീസസ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ 12ാമത്തെ വയസ്സിൽ അതിന്റെ കൗമാരത്തിലേക്ക് അത് കയറും. 12ാം വയസ്സിൽ 24 വയസ്സാകുമ്പോൾ തീഷ്ണമായ യൗവനത്തിലേക്ക് അത് ജ്വലിക്കാൻ തുടങ്ങും. 2024 എന്ന് പറയുന്നത് യൗവനയുക്തിയുടെ വർഷമാണ്. എന്താ അതിന്റെ അർത്ഥം? ഇനി ചതയെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഇരിക്കത്തില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എറിഞ്ഞാൽ നല്ല റബ്ബർ പന്ത് പോലെ നിൽക്കും.
മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? ത്രസിപ്പുള്ള, എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന, ഊർജസ്വലതയുടെ, ഉശിരുള്ള മനോഭാവത്തിന്റെയും അഭിഷേകത്തിന്റെയും സമയമാണ്. ദൈവരാജ്യത്തിനും നിങ്ങളുടെ ജീവിതത്തിനും കൊള്ളാം എന്ന് പറയത്തക്ക നിലയിൽ മഹത്വത്തോടെ പ്രയോജനപ്പെടുന്ന ഒരു കാലഘട്ടം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. യഹൂദ സംസ്കാരത്തിൽ ഒരു പെങ്കൊച്ച് കല്യാണത്തിന് തയ്യാറാകുമ്പോൾ, ഇന്നവിടെ കല്യാണമാണെങ്കിൽ അവളെ അണിയിച്ചൊരുക്കുന്നൊരു പരിപാടിയുണ്ട്. ഈ അണിയിച്ചൊരുക്കുമ്പോൾ അവൾക്ക് ധരിക്കാൻ കൊടുക്കുന്നത് 24 ആഭരണങ്ങളാണ്. 24 ഓർണമെന്റ്സ്. ആ 24 വിധ ആഭരണങ്ങൾ നെറ്റിപ്പട്ടം മുതൽ പാദസരം വരെ സർവാഭരണ വിഭൂഷിതയായി തന്നെത്താൻ അലങ്കരിച്ചൊരുക്കിയിട്ടാണ് അവൾ വിവാഹത്തിലേക്ക് സന്നദ്ധയായി പ്രവേശിക്കുന്നത്. 24 എന്ന് പറയുന്ന നമ്പർ ബിബ്ലിക്കൽ സംസ്കാരവുമായി, ബൈബിളിന്റെ യഹൂദ സംസ്കാരവുമായി ചിന്തിച്ച് പഠിക്കുമ്പോൾ അത് വിവാഹത്തിന്റെ സംഖ്യയാണ്. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു വിരുന്നിന്റെ അനുഭവം ദൈവം ഒരുക്കും. ഈ വർഷം അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എത്ര നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്നതിൻ്റെ മേലും ഒന്ന് കണ്ടേ. നിങ്ങളുടെ മക്കൾ ഒരു രാജ്ഞിയെ പോലെ, ഒരു രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി ആ വേദിയിലേക്ക് കയറുന്ന കാഴ്ച അത് കണ്ടുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അന്തസ്സോടെ, ആഭിജാത്യത്തോടെ, ശ്രേഷ്ഠതയോടെ അത് നിർവഹിപ്പാൻ പാകത്തിൽ ദൈവം കുടുംബങ്ങളെ ബലപ്പെടുത്തും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. 24 എന്ന് പറഞ്ഞ വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്ക് വലിയ ഇടപാടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാം. സ്വർണം, മായം കലരാത്ത സംശുദ്ധ സ്വർണം എന്ന് പറയുന്നത് 24 ക്യാരറ്റ്. 24 എന്ന് പറഞ്ഞാൽ തനി തങ്കമെന്ന് പറയാൻ പറ്റുന്ന നിലയിൽ ദൈവം നിന്നോട് ഇടപെടുന്ന വർഷം. ഒരാമേൻ പറയണം. സ്വർണത്തിന്റെ മൂല്യം നിർണയിക്കുന്ന അങ്ങനെയാണെങ്കിൽ മൂല്യം കൂടിയൊരു സമയത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കയറ്റാൻ പോകുന്നത്. മൂല്യം കൂടിയൊരു സമയത്തിലേക്ക്, വിശിഷ്ടമായൊരു കാലഘട്ടത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ പോകുന്നു. ബൈബിളിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ 35 എണ്ണത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 24 എണ്ണവും രോഗശാന്തികളാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്ന് 24 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര നമ്പറുകളാണ്. ചുരുക്കത്തിൽ എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ശാരീരിക ആരോഗ്യത്തിന്റെ വർഷമായി. ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷയുടെ മഹത്വം സഭയ്ക്കകത്ത് വെളിപ്പെടും. കൂട്ട രോഗശാന്തികൾക്കായി ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും. ഈ വർഷം ഹീലിംഗ് മിനിസ്ട്രിക്ക് വേണ്ടി ചിലർ സമർപ്പിക്കണം. ഇന്ന് രാത്രി അനോയിന്റിംഗ് പ്രയർ നടക്കുമ്പോൾ ഒരു രോഗശാന്തിയുടെ വരം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വരം പ്രാപിക്കേണ്ടതിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ കൂട്ടത്തിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, നഴ്സുമാരായിട്ടുള്ളവരുണ്ട്, മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട്, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ആ മേഖലയിൽ ശോഭിപ്പാൻ ദൈവം ഒരു അവസരം തരുന്ന വർഷമാണിത്. ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിരിക്കും ഇത്. അവരുടെ പ്രൊഫഷനിൽ ദൈവം അവരെ ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു നല്ല കാലഘട്ടം. ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ അഹരോന് 2 പുത്രന്മാരുണ്ട്. ആ പുത്രന്മാരെ കുറിച്ച് 1 ദിനവൃത്താന്തം 24-ാം അധ്യായം വായിക്കുമ്പോൾ അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തി വരുമ്പോൾ 24 പേര് നിരന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അതായത് ലേവി പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ തലവന്മാരായി പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത് 24 പേരുടെ പേരുകളാണ്. എന്താ 24ന്റെ പ്രത്യേകത? ഇത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഈ സംഖ്യയ്ക്ക് വലിയ പ്രത്യേകത വല്ലതും ഉണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം പറയട്ടെ. യേശു വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ച് ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് കാഴ്ചയായിട്ട് കിട്ടിയത് 3 സാധനങ്ങളാണ്. പൊന്ന്, മൂര്, എത്ര എണ്ണ? 3. എത്ര മോനെ?
3. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയത് 30-ാം വയസ്സിലാണ്. അത് 3ന്റെ ഗുണിതമാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടം 3-3.5 വർഷമായിരുന്നു. അവിടെയും ഒരു 3 കാണാം. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം 3-ാം നാൾ ഗലീലയിലെ കാനായി. എത്രാമത്തെ ദിവസമാണ്? പരിശുദ്ധ തൃത്വം എണ്ണുന്നുണ്ടോ? 3. എത്ര 3ആയി ഇപ്പം? യേശുവിൻ്റെ ഏറ്റവും പ്രഥമ ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. എത്ര പേരാ? എന്തുവാ ഈ 3ന്റെ കളി? താൻ 3 ലോകങ്ങളുമായിട്ട് ഇടപെട്ടയാളാ. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിച്ചു. അധോ ലോകത്തിൽ നിന്നും ആത്മാക്കളെ വിടുവിച്ചു. സ്വർഗവും ഭൂമിയും അധോലോകവും 3 ലോകം. താൻ മരിച്ചു. താൻ കിടന്ന ക്രൂശ് 3 ക്രൂശുകളുടെ നടുവിലാണ് താൻ ക്രൂശിതനായത്. അവിടെയുമുണ്ട് 3 കുരിശ്. ക്രൂശിക്കപ്പെടുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെ 3 തവണ തള്ളിപ്പറഞ്ഞു. 30 വെള്ളിക്കാശിന് താൻ ഒറ്റുകൊടുക്കപ്പെട്ടു. അവിടെയും 3ന്റെ കളി കാണാം. തന്നെ കുറിച്ചുള്ളതായ കുറ്റസംഹിത എബ്രായ, യവനായ, റോമാ ഭാഷയിൽ 3 ലാംഗ്വേജിൽ തൻ്റെ തലയ്ക്ക് മീതെ എഴുതി തൂക്കി. അവിടെ 3ന്റെ കളി നിന്ന് കാണാം. താൻ 3 ദിവസം മരിച്ചടക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ ലക്കി നമ്പർ 3 ആയിരുന്നു. എൻ്റെ 3-ാം. ജീസസ് ഒരു 3-ാം നാൾ അനുഭവത്തെ ബൈബിൾ വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. 24 എന്ന നമ്പറിന് ബൈബിളിൽ ഭയങ്കര പ്രാധാന്യതയാണുള്ളത്. ജീസസ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ദർശനം യോഹന്നാന് ലഭിക്കുന്ന സമയത്ത് യോഹന്നാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. 24 മൂപ്പന്മാർ, 24 മൂപ്പന്മാർ യേശു ക്രിസ്തുവിനെ വീണ് നമസ്കരിക്കുന്നു. 2024 24 എന്ന നമ്പറുമായി ബന്ധപ്പെട്ട് അത് ആരാധനയുടെ വർഷമാണ്. പ്രൈസ് ദ ലോർഡ്. 24 അത് ദർശനത്തിന്റെ വർഷമാണ്. 24 അത് സ്തുതിയുടെ വർഷമാണ്. 24 വീണ് ദൈവത്തെ സ്തുതിക്കുന്ന കാലഘട്ടമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ 2024 ഇവിടെ ഇരിക്കുന്ന പലർക്കും അടക്കം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് 2-3 തവണ ആ കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ ആ മെസ്സേജ് ഞാൻ ലോകത്തോട് പറയുകയും ചെയ്തു. ഈ വർഷത്തിന്റെ പല സമയങ്ങളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിക്കുന്ന പലർക്കും യേശു ക്രിസ്തുവിനെ നേരിട്ടുള്ള പ്രത്യക്ഷതകൾ ഉണ്ടാവും. അച്ചട്ടായ കാര്യമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ അത് കണ്ടാൽ നിങ്ങൾ ഭാഗ്യമുള്ളവർ. പ്രൈസ് ദ ലോർഡ്. ഈ കൂട്ടത്തിലിരിക്കുന്ന ചിലർക്കെങ്കിലും അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് 24 മൂപ്പന്മാരുടെയും രൂപം പറയുന്നു. അവർ തലയിൽ കിരീടമുണ്ടായിരുന്നു, ക്രൗൺ. ഈ വർഷത്തിന്റെ അടയാള ചിഹ്നമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചിരിക്കുന്നത് രാജകിരീടമാണ്. കിരീടം, കിരീടം, കിരീടം. അടുത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ കിരീടധാരണം. ഈ വർഷം യേശുവിനെ രക്തം ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ശക്തമായ ഫലങ്ങൾ ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിയും. എന്തായി പറയുന്നതിന്റെ അർത്ഥം? നമ്മുടെ പല പ്രാർത്ഥനകളും പല മീനിങ്ങിൽ, പല നിലകളിൽ പോകുന്നതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ രക്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാർത്ഥനകൾ ഭൂമിയുടെ മേൽ ചെലുത്തുന്ന നിർണായകമായ സ്വാധീനത്തിന്റെ ഫലം ഈ വർഷം നിങ്ങൾക്ക് കാണാം. കാരണം വെളിപ്പാട് 5-ൽ 24 മൂപ്പന്മാർ പറയുന്നത്, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ അവരെ വിലയ്ക്ക് വാങ്ങി, ദൈവത്തിന്റെ രാജ്യവും പുരോഹിത വർഗവുമാക്കി അവരെ വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. ഒരാമേൻ പറയണം. ദൈവത്തിന്റെ രാജകിരീടം ചൂടിയാൽ ഭൂമിയിൽ വാഴണം. ആ വാഴ്ചയ്ക്ക് നിങ്ങളെ യോഗ്യരാക്കുന്നത് യേശുവിന്റെ തിരുരക്തമാണ്. ദൂഷകനായ പിശാചിന്റെ ആരോപണങ്ങളെയും അവന്റെ വായിൽ നിന്നും വരുന്നതായ സകലവിധമായ എതിരുകളെയും സഭ ജയിക്കുന്നത് തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തം ഹേതുവായിട്ടുമാണ്. ഇനിയാണ് ഇന്ന് വായിച്ച 24-ന്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞു. ഇനി വായിച്ച പ്രോമിസിംഗ് വേർഡിലേക്ക് പെട്ടെന്നൊന്ന് കയറുകയാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഒരു 5 മിനിറ്റ് ഈ വചനത്തിന്റെ ചരിത്രം ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ?
2 വാതിലുകൾ തുറന്ന ചരിത്രം പറഞ്ഞിട്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒന്നാമത് വായിച്ച 24-ാം സങ്കീർത്തനവും രണ്ടാമത് വായിച്ചത് യെശയ്യാവ് 45-ാം അധ്യായവുമാണ്. കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ അഭിഷക്തൻ, അവൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ഈ പ്രവചനം മുഴങ്ങുമ്പോൾ കോരശ് എന്ന് പറയുന്ന മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. കോരശ് എന്ന് പറയുന്ന മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഈ പ്രവചനം വെളിപ്പെട്ട് 150 വർഷങ്ങൾ കഴിഞ്ഞാണ് സൈറസ് കോരശ് ജനിക്കുന്നത്. ഇന്ന് 2024 അതിലേക്ക് നാം കയറുകയാണ്. ഇനിയും ഒരു 150 വർഷം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്നൊരു കുട്ടി അവനൊരു സാമ്രാജ്യത്തിന്റെ രാജാവാകുമെന്ന്, അവന്റെ പേരിന്നതായിരിക്കുമെന്ന്, അവൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇതുപോലെ ആയിരിക്കുമെന്ന് ഇവിടെ നിന്ന് പ്രവചിച്ചാൽ ആ പ്രവചനം, ആ കാഴ്ചയാണ് നാം യെശയ്യാവ് 45-ൽ കാണുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? ഇസ്രയേൽ ബാബിലോണിൽ അടിമകളായി പിടിക്കപ്പെട്ടു പോയി. ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന സമയത്ത് അതിശക്തമായ സമ്പത്തുണ്ടായിരുന്ന ആ രാജ്യം, ആ സാമ്രാജ്യം തങ്ങളുടെ സകല സമ്പത്തും കൊണ്ട് തങ്ങളുടെ രാഷ്ട്രം വിപുലമായി പണിയാൻ തുടങ്ങി. അന്ന് അവർ പണിതതായ വമ്പൻ വാതിലുകൾ പലതും താമ്രം കൊണ്ടായിരുന്നു. പിച്ചളയിൽ വലിയ ഡോറുകൾ പണിതു. ആ ഡോറുകളുടെ ഓടാമ്പലുകൾ വലിയ ഇരുമ്പിലാണ് അവർ പണിതത്. നമ്മുടെ വീട്ടിലെ ചെറിയ ഇരുമ്പോടാമ്പലിന്റെ കാര്യമല്ല പറയുന്നത്. 3-4 ആനകളെ കൊണ്ട് വലിപ്പിച്ചാൽ മാത്രം ചലിക്കുന്ന വമ്പൻ ഇരുമ്പോടാമ്പലിൽ ഇവിടുത്തെ ഒരു തെങ്ങുംതടി പോലിരിക്കും. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഒരു രാജ്യത്തിന്റെ പ്രവേശന കവാടം ഇത്രമേൽ ഭദ്രമായി ശക്തമായി താമ്ര കതക് കൊണ്ടും ഇരുമ്പോടാമ്പല് കൊണ്ടും അടച്ചുറപ്പിച്ചിട്ട് ഒരുത്തരും ഈ കതക് തുറന്ന് കയറി വരത്തില്ല എന്നും, നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഖജനാവും നമ്മുടെ സമ്പത്തും എന്നെന്നും സുരക്ഷിതമായിരിക്കുമെന്ന് ബാബിലോൺ കരുതിയിരിക്കുന്ന ഒരു സമയം പ്രവാചകൻ വിളിച്ചു പറയുന്നു, ആർക്കും തുറക്കാൻ കഴിയാത്ത ആ ഇരുമ്പോടാമ്പലിനെ താമ്ര കതകിനെയും ഞാൻ നിന്റെ മുമ്പിൽ തുറക്കും. ഇരുമ്പോടാമ്പലിനെ ഞാൻ തകർക്കും, താമ്ര കതകിനെ ഞാൻ ഭേദിക്കും. വാതിലുകൾ അടയാതെ കതകുകൾ തുറന്നിരിക്കേണ്ടതിന് ഞാൻ വലം കൈ പിടിച്ചുകൊണ്ട് നിന്നെ കൊണ്ട് നടക്കും. എന്നിട്ട് അകത്ത് കയറി ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ഞാൻ നിനക്ക് തരും. വാഗ്ദത്തം കേട്ടപ്പോ സകലരും പറഞ്ഞു, കേൾക്കാൻ കൊള്ളാം, പക്ഷെ നടക്കത്തില്ല. കാരണം ബാബിലോൺ ഭരിക്കുന്നത് നെബൂഖദ്നേസറും അയാളുടെ തലമുറകളുമാണ്. ഒരിക്കലും ഇത് സംഭവിക്കത്തില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിന്റെ ദർബാർ ഹാളിൽ വീഞ്ഞുകൊണ്ടൊരാഘോഷം നടന്നു. പെണ്ണുങ്ങളെ വിളിച്ചു കൂട്ടി, സൈന്യങ്ങളെ വിളിച്ചു കൂട്ടി. രാജാവ് യഹോവയുടെ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ പാത്രത്തിൽ മദ്യം പകർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിയേഴ്സ് പറഞ്ഞു കുടിക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ ദേവാലയത്തിന്റെ സദസ്സിലിരുന്ന അതിപരിശുദ്ധ പാത്രത്തിൽ മദ്യസേവ നടത്തുമ്പോൾ ആരും പകരം ചോദിക്കാനില്ലാത്ത ആ ദർബാർ ഹാളിന്റെ ഭിത്തിയിൽ അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിരലുകൊണ്ട് എഴുത്തു വീണു, മെനെ മെനെ തെക്കേഫർ ഊർവശി, ഞാൻ നിന്നെ അളന്നു, നിന്നെ കുറ്റക്കാരനായി കണ്ടിരിക്കുകയാൽ നിന്റെ രാജസ്ഥാനത്തു നിന്ന് ഞാൻ നിന്നെ നീക്കിക്കളയും. മോശയ്ക്ക് കല്ലിൽ തന്റെ വിരലുകൾ കൊണ്ട് കൽപ്പന എഴുതിയ ആ വിരലുകൾ ഒരിക്കൽ കൂടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ബേൽശസ്സറിന്റെ കൊട്ടാരത്തിന്റെ ചുവരുകളിലായിരുന്നു തന്റെ വിധി എഴുതിയത്. ആരും ചോദിക്കാനും പറയാനുമില്ലെന്ന് പറഞ്ഞ് ഏത് തോന്നിവാസവും ചിലർ നടത്തുമ്പോൾ പരസ്യമായി ദൈവത്തിന്റെ കൈ അതിന് നേരെ വിവരമായി വെളിപ്പെടും. സ്വർഗത്തിന്റെ വിധിയെഴുത്ത് നടപ്പിലാകും. ഹല്ലേലൂയ. വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നവന്മാർ അന്ന് രാത്രിയിൽ
കതകടയ്ക്കാൻ മറന്നുപോയി. ആനകളും കുതിരപ്പടയും നയിക്കാൻ ആളില്ലാത്തത് കൊണ്ട് തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് നോക്കി നിന്നു. രാജാവിന്റെ ദർബാർ കൊട്ടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈറസിന്റെ സൈന്യം താഴ്വാരത്തൂടെ നദിയിലൂടെ കയറി വരികയാണ്. ഒരു തുരങ്കം നിർമ്മിച്ച് അതിലൂടെ രഹസ്യമായി ആക്രമിക്കണമെന്ന് പറഞ്ഞ് കയറി വരുമ്പോൾ സൈറസ് കാണുകയാണ് 150 വർഷത്തിന് പുറകിൽ തന്റെ പേര് പറഞ്ഞ് എഴുതിയിരിക്കുന്ന വാഗ്ദത്തം തന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. വാതിലുകൾ അടയാതെ കതകുകൾ തുറന്നിരിക്കുന്ന കാഴ്ച. ഇരുമ്പോടാമലുകളെ തകർത്ത് താമ്ര കതകുകളെ ഭേദിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വിശ്വസ്തമായ കാഴ്ച. ഒറ്റ രാത്രി കൊണ്ട് ഭൂമിയിൽ ആരും കീഴടക്കത്തില്ലെന്ന് പറഞ്ഞ ബാബിലോൺ എന്ന സാമ്രാജ്യം എന്നേക്കുമായി നിലംപൊത്തി. ഒരു പേർഷ്യൻ സംസ്കാരം അന്ന് രാത്രിയിൽ ഉദയം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പ്രത്യുപകാരം ഇസ്രായേലിന് സ്വാതന്ത്ര്യം. ദൈവത്തിന് തന്റെ ജനത്തെ അടച്ചിട്ട ആ കതകു വഴി തന്നെ വെളിയിൽ ഇറക്കണമായിരുന്നു. ദൂത് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ഞാൻ നിനക്ക് തരും. ആരും കാവലില്ലാതിരിക്കുന്ന ആ രാത്രിയിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു കിടക്കും. ഒരു ദൂതി ഞാൻ പറയാം. 2024 നീ കയറാൻ തുടങ്ങുമ്പോൾ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ പലതവണ നീ ചെന്ന് മുട്ടിയിട്ടും നിരാശയോടെ മടങ്ങിയ 100 വാതിലുകൾ നീ കടന്നു ചെല്ലുന്ന സമയം നോക്കി നിന്റെ മുമ്പിൽ എന്റെ കർത്താവ് തുറന്നിടാൻ പോകുകയാണ്. എന്റെ ദൈവം അതിനെ തുറന്നിടുന്ന കാഴ്ച നീ കാണാൻ പോകുകയാ. ഇനിയും അതിനെ നോക്കി വിലപിക്കേണ്ടി വരില്ല. ആരെനിക്ക് വേണ്ടി ആ വാതിൽ തുറക്കുമെന്ന് ചോദിക്കേണ്ടി വരില്ല. നീ ചെല്ലുമ്പോൾ അത് തുറന്നിരിക്കും. തലേ കൈവച്ചു പറ, അവസരങ്ങൾ തുറന്നു വരികയാ. എനിക്ക് വേണ്ടി വാതിലുകൾ തല പൊക്കുകയാ. സ്തോത്രം, സ്തോത്രം. ഇത് ഒരു രാജാവിന് വേണ്ടി തുറന്ന കഥ, ചരിത്രം. ഒരു ചക്രവർത്തിക്ക് വേണ്ടി തുറന്ന ചരിത്രം. ഇനി സങ്കീർത്തനം 24 ചരിത്രം ശ്രദ്ധിച്ചു കേട്ടോ. ഇത് നിന്റെ ദൂതാകാൻ പോവാ. വളരെ പെട്ടെന്ന് കേട്ടോ, വളരെ വേഗം. ശലോമോന്റെ കാലത്ത് യെരൂശലേമിന്റെ വാതിലുകൾ പണിതിരിക്കെ ആലയം സ്ഥിതി ചെയ്യുന്ന യെരൂശലേമിന്റെ പ്രധാന വാതിലുകളിൽ ഒന്ന് പണിതു. ശലോമോന്റെ കാലത്ത് പണിതിരിക്കുന്ന ആ വാതിൽ അവരടച്ചു കൂട്ടിയിട്ടൊരു വാക്ക് പറഞ്ഞു, ഈ കതകൊരു ദിവസം തുറക്കും. ഈ കതകൊരു ദിവസം തുറക്കും. ഒരു നാൾ ഇതിന്റെ ഓടാമ്പലെടുത്ത് മാറ്റപ്പെടും. അന്നല്ലാതെ ഒരിക്കലും ഇത് തുറക്കപ്പെടുകയില്ല. എന്റെ കൂടെ ഒന്ന് വരണേ, എന്റെ കൂടെ ഒന്ന് വരണേ. ഈ കതക് അടഞ്ഞു കിടക്കുന്നു. അടഞ്ഞു കിടക്കുന്ന ഈ കതകിനെ നോക്കിക്കൊണ്ട് കാഴ്ചപ്പാടുള്ള ഇസ്രായേലിന്റെ 3-ാം രാജാവ് പറയുന്നു, ഈ കതക് വെറുതെ തുറക്കപ്പെടുകയില്ല. ഇതെന്നാ തുറക്കപ്പെടുന്നത്? നമ്മൾ കാത്തിരിക്കുന്ന മെശിഹ ഒരു ദിവസം രാജാവായി വരും. നമ്മുടെ നഗരത്തിലേക്ക് അവൻ പ്രവേശനം ചെയ്യുമ്പോൾ അവന്റെ മുൻപിൽ മാത്രമേ ഈ കതക് തുറക്കുകയുള്ളൂ. ഇസ്രായേലിന്റെ രാജാവ് നമ്മളുടെ നടുവിൽ, നമ്മളിൽ ഒരുവനായി ഒരു ദിവസം വരും. അവന്റെ മുമ്പിൽ മാത്രമേ ഈ കതക് തുറന്നു വരികയുള്ളൂ. അന്നടഞ്ഞു. പല രാജാക്കന്മാർ അതിനെ തുറക്കാൻ നോക്കി. അന്നൊക്കെയും പുരോഹിതർ പറഞ്ഞു, കതക് തുറന്നു, പക്ഷെ ആ വാതില് മാത്രം നിനക്കുള്ളതല്ല. ഇസ്രായേൽ പല വിധത്തിലുള്ളതായ എതിരുകളെ നേരിട്ടു. അന്ന് പൂട്ടിയ കതക് അതുപോലെ കിടന്നു. ഒരു ദിവസം
തന്റെ ശിഷ്യന്മാരുമായി ഒരുവനിതേ വരുന്നു. കടന്നു വരുന്ന വഴിയിൽ ഒരു കണ്ണുപൊട്ടനായ കുരുടനിരിക്കുന്നു. അവനൊരു നിലവിളിച്ചു, ദാവീദ് പുത്രാ, യേശുവേ, എന്നോട് കരുണ തോന്നണമേ. പലരും അവനോട് പറഞ്ഞു, ഡാ മിണ്ടാതിരിക്ക, നീ നിലവിളിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ 10-12 ചെറുപ്പക്കാരുടെ നടുവിൽ 10-33 വയസ്സുള്ള ഈ ഒരു ചെറുപ്പക്കാരനായ ജോസഫേലിയുടെയും മറിയയുടെയും മകൻ നടന്നു പോകുമ്പോ യേശു എന്ന പേരുള്ള ആ നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ നോക്കി നീ ദാവീദ് പുത്ര എന്ന് മാത്രം വിളിക്കരുത്. കേൾക്കുന്നുണ്ടോ? എന്താ കാരണം? ദാവീദിന്റെ പുത്രൻ ഞങ്ങളുടെ രാജാവാ. കേൾക്കുന്നുണ്ടോ? ദാവീദിന്റെ പുത്രൻ ഞങ്ങളുടെ രാജാവാ. ഞങ്ങളുടെ രാജാവിനെ വിളിക്കേണ്ട പേര് വഴിയെ പോകുന്നവനെ കയറി വിളിച്ചാൽ നീ തല്ലുകൊള്ളും. കണ്ണുപൊട്ടനാന്ന് ഞങ്ങൾ നോക്കുകയല്ല, നീ അടിമേടിക്കും. പലരും പലതും പറഞ്ഞ് അവനെ ശാസിച്ച് നിശബ്ദനാക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ശബ്ദം പിന്നെയും ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഈ നിലവിളി ഉയർന്നു. യഥാർത്ഥ ദാവീദിന്റെ പുത്രൻ അവന്റെ അടുക്കൽ നിന്നു. എന്നിട്ടൊരു ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? മറുപടി, പ്രഭുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. കുരുടന് കാഴ്ച കൊടുക്കാൻ പ്രാപ്തിയുള്ള രാജാവ്, ചോദിക്കുന്നവൻ എന്തും കൊടുക്കാൻ ശക്തിയുള്ള രാജാവ് പെരുവഴിയിൽ നിന്നുകൊണ്ട് ആ കണ്ണുകളെ അങ്ങ് തൊട്ടു. ആ കുരുടൻ കാഴ്ച പ്രാപിച്ചു. നാട്ടുകാരിത് കാണുക, ദേശക്കാരിത് കാണുക. ജീസസ് കാണുന്നവര് പറഞ്ഞു, കുരുടന് കാഴ്ച കൊടുക്കാൻ ശക്തിയുള്ള ഇവൻ യഥാർത്ഥ രാജാവ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ റോമൻ ആധിപത്യത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. നിലവിളി ഉയർന്നു, ഹോസന്ന, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക. കഴുതക്കുട്ടിയുടെ പുറത്ത് നടന്നു പോകുന്ന യേശുവിന് കുരുടന്റെ കണ്ണു തുറന്ന സമയം മുതൽ നാട്ടാര് പരവതാനി വിരിക്കാൻ തുടങ്ങി. വിരിച്ചൊരുക്കിയ പരവതാനിയുടെ മുകളിലൂടെ യേശുവിനെ ചുമന്നുകൊണ്ട് ആ കഴുത നടന്നു പോകുമ്പോൾ നഗരം ആർത്തിരമ്പി നൃത്തം ചെയ്യുന്ന പിള്ളാരെ കൊണ്ട്, അവരുടെ ഘോഷങ്ങൾ കൊണ്ട് നഗരം ഇളകുമ്പോൾ ആരോ ഒരാൾ ഓടിച്ചെന്ന് മിശിഹയ്ക്ക് വേണ്ടി അടച്ചിട്ടിരിക്കുന്ന ആ കതക് തുറന്നു. നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർത്തിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതിശയം, അതിശയം. എന്താ അതിശയം? രാജാവിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്ന കതക് തുറന്നു. പണ്ടേ ഉള്ള കതക് തുറന്നു. ഇനി ആര് കയറണം? മഹത്വത്തിന്റെ രാജാവ് കയറണം. പക്ഷേ അന്ന് കേറിയത് മഹത്വത്തിന്റെ രാജാവല്ല, അവിടേക്ക് വലതുകാല് വെച്ച് കേറിയത് മഹത്വത്തിന്റെ രാജാവല്ല, പിന്നെയോ യേശുവിനെ ചുമന്ന ആ കഴുതയായിരുന്നു. യേശുവിനെ വഹിച്ച കഴുത രാജാവിന് വേണ്ടി തുറക്കുന്ന വാതിലിലേക്ക് യേശുവിനെ ചുമന്നുകൊണ്ട് കയറി. നീ വെറും ഒരു കഴുതയാണെന്ന് പറഞ്ഞിരിക്കാം, പക്ഷേ ഈ വാതിൽ തുറക്കാൻ പോകുന്നത് 2024 നിനക്ക് വേണ്ടിയാണ്. യേശുവിനെ ചുമക്കുന്ന നിനക്ക് വേണ്ടി, യേശുവിനെ വഹിക്കുന്ന നിനക്ക് വേണ്ടി. ഓൾ സ്റ്റാൻഡ് പ്ലീസ്, എഴുന്നേൽക്കുക. നിന്റെ വാതിൽ തുറക്കപ്പെടുകയാ. യേശുവേ,
ജീസസ്, ജീസസ്, ഓ ജീസസ്. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. എല്ലാ തലകളും ഒന്ന് ഉയർത്തിക്കേ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ വാതിൽ അടച്ചത് ആർക്കു വേണ്ടിയാ? രാജാവ് വരുന്നതിന് വേണ്ടി. അർത്ഥം, ഈ വാതിൽ തുറക്കുന്നത് ആർക്കുടെ മുമ്പിൽ മാത്രമാ? ഒന്ന് പറഞ്ഞേ. ഇത് രാജാവിന്റെ മുമ്പിലേ തുറക്കപ്പെടത്തുള്ളൂ. രാജാവ് വന്നു, കതക് തുറന്നു, കേറിയത് രാജാവല്ല, രാജാവിനെ ചുമക്കുന്ന കഴുത. രാജാവിനെ ചുമക്കുന്ന കഴുത. രാജാവിനെ ചുമന്ന കഴുത. രാജാവിനെ ചുമന്ന കഴുത. രാജാവിനെ ചുമന്ന കഴുത. രാജാവിനെ വഹിച്ചൊരു കഴുത. ആമേൻ, 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 ആമേൻ. രാജാവിനെ ചുമന്ന കഴുത. അതിനു വേണ്ടി ആ വാതിൽ തുറക്കപ്പെടുകയാ. സമയം 11:55. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ കേറാൻ പോകുന്നത് നിന്റെ വാഗ്ദത്തത്തിന്റെ തുറക്കപ്പെട്ട വാതിലിലേക്കാണ്. I repeat, 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നീ കയറാൻ പോകുന്നത് 2024 എന്ന ഒരു സാധാരണ വർഷത്തിലേക്കല്ല. നിനക്കു വേണ്ടി യുഗങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു വെച്ചതോ രാജാവ് വരുമ്പോൾ മാത്രം തുറക്കപ്പെടുന്നതുമായ അത്ഭുതങ്ങളിൽ അത്ഭുതമെന്ന് കാണുന്നവരെല്ലാം പറയുന്ന അതിശയത്തിന്റെ വാതിൽ, പുരാതന കാലം മുതലുള്ള വാതിൽ, അനുഗ്രഹങ്ങളുടെ വാതിൽ, രാജകീയതയുടെ വാതിൽ, ആരാലും തുറക്കപ്പെടാത്ത വാതിൽ, ആരാലും സ്പർശിക്കപ്പെടാത്ത വാതിൽ, അതെ 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 അത് തുറന്നു വരികയാ. അത് നിനക്കായി തുറക്കുകയാ. ഇനി നീ പിന്നിലല്ല, ഇനി നീ പുറത്തല്ല. വാതിലുകൾ തുറന്ന് അവത്തേക്ക് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്ര കഥകളെ ഭേദിച്ച് ഇരുട്ടിന്റെ നിക്ഷേപങ്ങളും മറവിടങ്ങളുടെ ദുർഭവികളും നിനക്ക് പ്രാപിക്കേണ്ടതിന് ഇതാ അനുഗ്രഹത്തിന്റെ വാതിൽ യേശു തുറക്കുന്നു. ഇന്ന് രാത്രി തുറക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി തുറക്കാൻ പോകുകയാണ്. ഇതുപോലൊരു രാത്രിയിൽ സൈറസിന്റെ മുമ്പിൽ ബാബിലോണിന്റെ വാതിൽ തുറന്നു കിടന്നതുപോലെ, തുറന്നിട്ടതുപോലെ നിന്റെ മുമ്പിൽ ഇന്ന് രാത്രിയിൽ ഒരു വാതിൽ ഇതാ തുറന്നു വരികയാണ്. ഇതാ ഞാനൊരു വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാരാലും അടച്ചുകൂടാ, അതാരാലും അടച്ചുകൂടാ. വലുത് സഫലവുമായൊരു വാതിൽ നിന്റെ മുമ്പിൽ തുറക്കുകയാണ്. 2024 അതിശയകരമായ വാതിലുകൾ തലപൊക്കി വരുന്ന വർഷം. 2024 അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ എഴുന്നേറ്റ് വരുന്ന, നന്മയുടെ വാതിലുകൾ ഉയർന്നു വരുന്ന, ഉയർച്ചയുടെ വാതിലുകൾ ഉയർന്നു വരുന്ന, പുരോഗതിയുടെ വാതിലുകൾ ഉയർന്നു വരുന്ന, ശുശ്രൂഷയുടെ വാതിലുകൾ